എല്ലോര കേവ് ഇറങ്ങിയിട്ട് ഞാൻ അടുത്ത് പോണത് ഔറംഗാബാദിലോട്ടാണ്. ഔറംഗാബാദ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ്. കാരണം പ്രശസ്തനായ ഔറംഗസീബ് ഔല്യ, അതായത് മുഗൾ രാജവംശത്തിലെ ഔറംഗസീബ്, അദ്ദേഹത്തിന്റെ അദ്ദേഹം ഭരിച്ചിരുന്ന അദ്ദേഹം ജീവിച്ച് ഭരിച്ചിരുന്ന ഒരു മെയിൻ സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ആ ഒരു ഔറംഗാബാദ് എന്നുള്ള പേര് തന്നെ. ഞങ്ങൾ കുൽദാബാദിലെത്തി. അതായത് ഔറംഗാബാദിലെ ഔറംഗസീബിൻ ദർഗ നിൽക്കുന്ന സ്ഥലമാണ് കുൽദാബാദ്. അദ്ദേഹത്തിന്റെ ഈ ഒരു മക്ബറ വളരെ എന്താ പറയാ ലാളിത്യമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അതൊരു വസിയത്തായിരുന്നു കേട്ടോ. ഞാൻ രാജാവാണെങ്കിലും എൻ്റെ മക്ബറ വളരെ ലാളിത്യത്തിലായിരിക്കണം എന്നുള്ളത്. ഇവിടെ വീഡിയോ എടുക്കാനൊന്നും ഇവർ സമ്മതിക്കില്ല. ഇവിടെ പുറത്തൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ അതിൻ്റെ പുറംഭാഗമാണ്. കച്ചവടങ്ങളെ കൊണ്ടുള്ള ഒരു പരദേശിയാണ്. ഉള്ളിൽ കയറിയാൽ അങ്ങോട്ട് ആ ദർഗൻ്റെ ഭാഗത്തേക്ക് അയക്കൂല. ഇവിടെയാണ് നമ്മളൊക്കെ ഷെയ്ഖ് സൈനുദ്ദീൻ, അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക മതപ്രബോധന കാര്യങ്ങളിലും അതുകൂടാതെ ഈ ഔറംഗസീബിന്റെ ഗുരുവര്യനൊക്കെ ആയിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ഔലിയയുടെ മക്ബറ കിടക്കുന്നത്. അതിൻ്റെ അടുത്താണ് ഔറംഗസീബിന്റെ മക്കളെയൊക്കെ ഖബർ കിടക്കുന്നത്. ഇപ്പം ഇത് പള്ളിയാണ്. ഈ പള്ളി ഇതിന്റെ ചുറ്റും വലിയൊരു എന്താ പറയാ ഒരു അറ്റേറിയം മാതിരി ഒരു ഒഴിഞ്ഞൊരു സ്ഥലമാണ്. അവിടെ മദ്രസ്, അതുപോലെ ഓരോ കുറേ എന്താ പറയുക കമ്മിറ്റി ഓഫീസ്, ഇവിടുത്തെ സാധാരണക്കാരൻ ഞാൻ ഇവിടുത്തെ ഹൗളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നത്. ഇതാണ് മക്കബറയിലോട്ടുള്ള വഴി. മക്കബറയിലോട്ടുള്ള വഴി നമ്മളിവിടെ പോയി നോക്കാം. ഇപ്പം അതിൻ്റെ അങ്ങോട്ട് കയറുന്ന ആ ഒരു എൻട്രൻസ് വരെ ക്യാമറ പിടിച്ചു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ആളുകൾ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ അവിടുത്തെ ആളുകളുണ്ട്. ഇതാണ് ആ മഹാന്റെ മക്കബറ ഖബർ. ഇത്ര ലളിത്യം. പിന്നെ ഞങ്ങൾ കയറി ചെന്നത് സൈനുദ്ദീൻ സൂഫി വര്യൻ്റെ ആ മക്ബറിൻ്റെ അടുത്താണ്. അവിടെ എത്തിയപ്പോൾ അവിടെ 25 ഔലിയാക്കന്മാരുടെ മക്ബറയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഞങ്ങൾ അവിടെയൊക്കെ സിയാറത്തൊക്കെ ചെയ്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ മോതിരം കിടക്കുന്നുണ്ട്. 500 രൂപ കൊടുത്ത് മോതിരം വാങ്ങി. നോക്കുമ്പോൾ അത് സ്റ്റീൽ. നോക്കിയിട്ട് കാര്യമില്ല, ആവശ്യമില്ല. തൊട്ടപ്പുറത്ത് വേറൊരു മക്ബറയുണ്ട്. ഈ മക്ബറയിൽ പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു. ഈ ഔറംഗസീബാണ് കേട്ടോ ബീബി മക്ബറ എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടാക്കിയത്. അവിടെ ഭയങ്കര സംഭവമാണെന്നാണ് കേട്ടത്. പക്ഷെ ഞങ്ങൾക്ക് രാത്രി സമയത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ മക്ബറയിൽ നിന്നും സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞ് ഞങ്ങൾ മോതിരവും മേടിച്ചു ഞങ്ങൾ തിരിഞ്ഞ് പോവാണ്. ഭക്ഷണമാണ് അടുത്ത ലക്ഷ്യം. ഭക്ഷണം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയണം. അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ റൂട്ടിൽ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല ഹോട്ടലൊന്നും കണ്ടിട്ടില്ല. പോണ വഴിക്കൽ ഞങ്ങൾ ഈ ഒരു സാരി പ്രൊഡക്ഷൻ കൈത്തറി നെയ്തുണ്ടാക്കുന്ന നൂലൊക്കെ ഉണ്ടല്ലോ. അവര് മറ്റേ പുഴുവില്ലേ, പുഴുവിനെ വളർത്തി അതിൽ നിന്നും ഉണ്ടാക്കുന്ന നൂല. പട്ടുണ്ട്, സിൽക്ക് ഉണ്ട്, അതുപോലെ പിന്നെ പട്ടും സിൽക്ക് തന്നെ ഉള്ളൂ. ഈ ഉച്ച ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടെ നാളെ കാണാത്ത ഒരാൾ അവിടെ കട്ടെന്ന് ശ്രമിക്കുന്നുണ്ട് ആ സൂചി നൂലൊന്ന് സൂചിയിലോട്ട് ഇടാൻ. ഇവിടുന്ന് ഇവർ പ്രൊഡക്ഷൻ നടത്തും, ഒക്കെ നെയ്തുണ്ടാക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. നാട്ടിൽ 4000, 10000, 12000, 20000 ഒക്കെ വരുന്ന പട്ടുപാവാടക്ക് അല്ലെ പട്ട് സാരി കാര്യങ്ങൾക്ക് അവിടെ വരുന്നത് 4000, 2000. ഞങ്ങൾ നല്ലൊരു മെറ്റീരിയൽ നോക്കുമ്പോൾ 750, 800 റുപ്യൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അങ്ങോട്ടും ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കടൻ്റെ ഉള്ളിലെത്തി. ഇതാണ് ആ കട. ഈ കടയിൽ എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ഉണ്ട്.